അടിപൊളി മൂവിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ആകെ ഒരു കുഴപ്പമുണ്ട്, ഇച്ചിരി ലാഗ് ഉണ്ടായി മൂവിക്ക്. പിന്നെ നമ്മൾ ആ പ്രശാന്ത് നീലെന്ന് വിചാരിച്ചൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ല, അത് മാത്രമേ ഒരു കുഴപ്പമുണ്ടായുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. പ്രഭാസിന് കറക്റ്റ്, ആ പ്രഭാസിന് എന്തുകൊണ്ട് റെബൽ സ്റ്റാർ നമ്മൾ വിളിക്കുന്നത് കറക്റ്റ് അടിപൊളിയായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ലാസ്റ്റ് വന്നൊരു ഫൈറ്റ് സീൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്ട് 2 വേണ്ടിയുള്ള അവർ ലാസ്റ്റ് ഒരു ടൈലന്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു കുഴപ്പം നമുക്ക് ആ ഒരു KGF വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ രാജുവേട്ടൻ, അതിന്റെ ഒപ്പം തന്നെ പ്രഭാസിന്റെ ഒപ്പം തന്നെ മുട്ടി തന്നെ നിന്നിട്ടുണ്ട്. ആ കാര്യം അടിപൊളിയായിരുന്നു ഈ ഫോമില്. എനിക്ക് രണ്ടുപേരെ ഈക്വലായിട്ട് ഇഷ്ടമായി. കൂടുതൽ കുറച്ചുകൂടി ഷൈൻ ചെയ്തെന്ന് പ്രഭാസാണ്. പ്രഭാസിന്റെ ആ ഒരു അറിയാൻ പറഞ്ഞില്ലേ, റെബൽ സ്റ്റാർ എന്ന് വിളിക്കുന്ന കറക്റ്റ് ആൻഡ് ഓരോ മോഷനിലും എല്ലാത്തിലും കാണിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഒരു നമുക്ക് 4 കൊടുക്കാം 5-ല്. നല്ല പെർഫോമൻസ് ആയിട്ട് അങ്ങനെ പടം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ KGF-ൽ ആ ഒരു ഗല്ലിയിൽ പണിയെടുക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട്. ഇതിൽ നമുക്ക് അങ്ങനെ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല. ഇത് വെറും കുറച്ച് വെട്ടും കുത്ത് ആ ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതാണ് പിന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ്, വില്ലന്മാരെയൊക്കെ ഒരുമാതിരി കാസ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. എന്തായാലും KGF-ന് ഇതും പടം ഒരിക്കലും കമ്പയർ ചെയ്യണ്ട. KGF പൊളിയാണ്, സൂപ്പറാണ്. ആ ഈ ആഷിന് മാത്രമേ പറ്റുള്ളൂ. ഇത് എന്തായാലും പെർഫോമൻസ് കൊണ്ട് ആർക്കും ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ പ്രഭാസിൻ്റെ ആയിക്കോട്ടെ പൃഥ്വിരാജിൻ്റെ ആയിക്കോട്ടെ നമുക്ക് അറിയണതാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ആ ഒരു KGF-നെക്കാട്ടിലും ഒരു പടി മുന്നിലാണെന്നുള്ളത് തെറ്റുകാരന ആർക്കും വേണ്ട. എന്ന് വെച്ചാൽ അത് KGF തന്നെയാണ് 1ാം നമ്പർ, അതിലൊരു മാറ്റമല്ല. എല്ലാവരും മസ്റ്റ് വാച്ചിങ് തിയേറ്ററിൽ.